പാലക്കുന്ന് കരിപ്പോടി റിയൽ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 20ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. നാട്ടുകാരനും തമിഴ്നാട് കമാൻഡോ എസ്പിയുമായ അരുൺ ബാലഗോപാലൻ IPS വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Bobby Chemannur International Jewelers. പാലക്കുന്ന് ടൗണിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയിൽ നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് പാലക്കുന്ന് കരിപ്പോടി റിയൽ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന 20ാം വാർഷികാഘോഷത്തിന് തുടക്കമിട്ടത്. വാർഷികാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നാട്ടുകാരനും തമിഴ്നാട് കമാൻഡോ എസ്പിയുമായ അരുൺ ബാലഗോപാലൻ IPS നിർവഹിച്ചു. നമ്മളൊക്കെ ഒരു സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുന്നതിനൊക്കെ പിന്നിൽ ഇതുപോലുള്ള നാട്ടിൻ്റെ ഇതുപോലുള്ള പുരോഗമനപരമായ ക്രിയാത്മകമായ ഇടപെടലുകളാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മൾ ഒരാളും ഇൻഡിവിജ്വലായിട്ട് ഒരാളും ഒരു പരീക്ഷയും അല്ലെങ്കിൽ ഒന്നും പാസ്സാവുന്നൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നമുക്ക് കിട്ടുന്ന ഇടപെടലുകൾ അതിപ്പോൾ മാതാപിതാക്കളുടേതാവാം, ഗുരുക്കന്മാരുടേതാവാം, സുഹൃത്തുക്കളുടേതാവാം, ഇങ്ങനെയുള്ള പല ഇടപെടലുകളുമാണ് നമ്മളെ ഒരു പരീക്ഷ വിജയിപ്പിക്കുകയോ അല്ലെങ്കിൽ അവാർഡ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ഏത് രീതിയിലായാലും ഓരോ പ്രവർത്തന മേഖലയിൽ കഴിവ് തെളിയിക്കപ്പെടുന്നവരായി മാറ്റുന്നത്. സംഘാടക സമിതി ചെയർമാൻ സതീഷ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ASP ബാലകൃഷ്ണൻ നായർ, സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ മുഖ്യാതിഥികളായി. നേരത്തെ സതീഷ് ചേട്ടൻ പറഞ്ഞു, നമ്മുടെ നാട്ടില് പോലീസ് ജീപ്പ് എന്താണ് ചെറിയ ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ വേറെ ഒരു ആവശ്യത്തിനും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ കരുണ ഉണ്ടാക്കി തന്ന ഈ അധ്യാപകരാണ് നാം ഓരോരുത്തരും വയ്ക്കേണ്ടത്. കാരണം ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നല്ല ഉയർന്ന പദവിയിൽ എത്തിയിട്ടില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നന്മയുള്ള അല്ലെങ്കിൽ കരുണയുള്ള മനസ്സ് നമ്മൾ ഓരോരുത്തരെയും ഉണ്ടാക്കുന്നത് നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരാണ്. അതുകൊണ്ടാണ് ഈ നാട് ഒരു കുറ്റകൃത്യവും ഇല്ലാത്ത നാടായി വളർന്നത് നമ്മുടെ ഈ ടീച്ചർമാരാണ്. എന്റെ ക്ലബ്ബുകൾ നിങ്ങളെ പിടിച്ചു, നിങ്ങളെ കൂടെ ഉണ്ടാവും, അതാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മളെ അവിടെ അവതരിപ്പിച്ചില്ല അങ്ങനെ അതിനോട് ഞാൻ യോജിക്കില്ല, എപ്പോഴും പറയില്ല. പക്ഷെ ഒരു സമിതി തന്നെയാണ് അവരെല്ലാം വാർത്തെടുക്കുന്നത്. അത് ഒരു കല മാത്രമല്ല, ഒരു ക്ലബ്ബുകൾ വായനശാല എന്ന് പറഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലോ, അവരെ സ്വഭാവം, അവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, അവരെ കൂടെ നിൽക്കുന്നത് ക്ലബ്ബുകളും വായനശാലകളും സാംസ്കാരിക സംഘടനകളാണ്. അതുപോലെ അതിൻ്റെ വാർഷികാഘോഷമാണ്. കുട്ടികളൊക്കെ അവരെ ഊർജം അല്ലെങ്കിൽ അവരെ സർഗാത്മക എല്ലാം അവർക്ക് വേണ്ടി അവർ സമർപ്പിക്കുന്നവരാണ് സംഘാടകർ. അത് വേറെ റേഞ്ചാണ്. കവിയും എഴുത്തുകാരനുമായ CM വിനയചന്ദ്രൻ മാസ്റ്റർ സാംസ്കാരിക പ്രഭാഷണം നടത്തി. ഞങ്ങളുടെ നാട്ടിൽ ഫ്രണ്ട്സ് ക്ലബ് ഉണ്ട്. പിലിക്കോട് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഫ്രണ്ട്സ് ക്ലബ് ഉണ്ട്. നാട്ടിലെമ്പാടും ഫ്രണ്ട്സ് എന്ന പേരിൽ ക്ലബ്ബുകളും വായനശാലകളും കലാസമിതികളും ഉണ്ട്. പക്ഷെ ഇത് വെറും ഫ്രണ്ട്സ് അല്ല, റിയൽ ഫ്രണ്ട്സ് ആണ്. റിയൽ യഥാർത്ഥ സുഹൃത്തുക്കൾ, ആത്മസൗഹൃദത്തിന്റെ, സൗഹൃദത്തിന്റെ മഹനീയ മാതൃക കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ നാട്ടിൽ അതിന്റെ വെളിച്ചം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കലാ സാംസ്കാരിക കായിക കൂട്ടായ്മയുടെ പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തന മികവിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ക്ലബ്ബ് പരിസരത്തെ മുൻകാല അധ്യാപകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ പൊന്നാടിയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ, ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ജയാനന്ദൻ പാലക്കുന്ന്, തിരുവക്കോളി ടാസ്ക് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുചന്ദ്രൻ, പാലക്കുന്ന് കൂട്ടായ്മ ചെയർമാൻ PV ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ശശിധരൻ പുതുക്കുന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി കൺവീനർ മനോജ് കരിപ്പോടി സ്വാഗതവും ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഗംഗാധരൻ മേലത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബ്ബ് അംഗങ്ങൾ മെഗാ തിരുവാതിര അവതരിപ്പിച്ചു. ഇതോടൊപ്പം നടന്ന കലാസന്ധ്യയിൽ സ്കൂൾ യുവജനോത്സവ വേദികളിലെ ജനപ്രിയ ഇനങ്ങളായ ക്ലാസിക്കൽ ഡാൻസ്, നാടോടി നൃത്തം, സംഘനൃത്തം, കോൽക്കളി, ഒപ്പന എന്നിവയും ക്ലബ്ബിലെ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. 2024 മെയ് മാസം മുതൽ തുടങ്ങിയ വാർഷികാഘോഷം 2025 ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഉമേശൻ സ്മാരക കബഡി ടൂർണമെന്റോടുകൂടി പരിസമാപ്തി കുറിക്കും. ന്യൂസ് ബ്യൂറോ, ഉദുമ.